ഡാഡി ഓ എന്തായി? 5 പ്രാവശ്യമായി. എത്ര? 5 മതിയാ? 10. യൂണിഫോം ഇട്ട് കഴിഞ്ഞില്ലേ തക്ലിമോളെ ഇതുവരെ? അവിടെ നിൽക്കണേ അവിടെ. ഇതാ എന്ത് പഠിക്കണ സമയത്ത് ഞാനൊന്നും ഇതുപോലെ എഴുതിയിട്ടില്ല. ഡാഡി ബാക്കി 5 പെട്ടെന്ന്. ദേഷ്യം പറഞ്ഞോണ്ട് കേട്ടാ. സ്കൂളിൽ വിട്ട് വന്ന് കാർട്ടൂണും കണ്ട് മൊബൈലും കളിച്ചോണ്ടിരുന്നോണം. ഡാഡി ഇന്ന് എന്തായാലും എനിക്ക് വഴക്ക് കിട്ടും. തക്ലി ഇവിടെ വരാൻ. ഡാഡി ഫാസ്റ്റ് വിട്ടു ഡാഡി. അമ്മ എന്റെ ടൈയറടേ. നീ എന്ത് ഈ ഒരു സോക്സിന്റെ നടക്കണേ? മറ്റേത് കാണാനില്ല. മറ്റേത് കോണ നിന്നെ ശരിയാക്കി തരാം. എന്നാ ടൈഡ് വേഗം. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇമ്പോസിബിൾ ഒരു സാധനം കൈ കൊണ്ട് തൊട്ടിട്ടില്ല. ഇതിപ്പോ മക്കളത് നമ്മൾ എഴുതി കൊടുക്കേണ്ടി വന്നൊക്കെയാണ്. അയ്യോ സോക്സ് ഇതൊന്നും ഇഷ്ട അമ്മ. നീ വിളിക്കാൻ നേരത്തെ മക്കെന്ന് പറഞ്ഞ് കിടന്ന് ഉറക്കിയത് കയറ്റിയിട്. ഇവിടെ കൈ അടച്ചിട്ടുണ്ടെങ്കിൽ ഷൂ എവിടെ തക്ലി മോളെ? ഇന്ന് സ്കൂൾ ബസ് പോയിട്ടുണ്ടെങ്കിൽ നിന്നെ ശരിയാക്കി തരൂടി. ചന്തയിൽ വെയിലടിക്കണവരെ കിടന്ന് ഉറങ്ങിക്കണം. രാവിലെ എണീറ്റ് തന്നത് ഒരു കാര്യം ചെയ്യല്. ഇപ്പോൾ അവിടെ കുഞ്ഞു ക്ലാസ്സിലാണെന്ന് അവളുടെ വിചാരം. ക്ലീറ്റ് കണ്ടോ? ഷൂ കണ്ടോ അവളുടെ? ഞാൻ കണ്ടില്ല. ഷൂ ഇപ്പൊ പുറത്തോട്ട് പോയി. ഇട്ടക്കണോട്ടോ? ഷൂ ഇട്ടക്കണോണ്ടോ? ഇവിടെയാണോ ഷൂ ഇടുന്നത്? ആണോ? അല്ല. ഇട്. ഓ ഇല്ല ഷൂ തീരണമില്ലല്ലോ. അയ്യോ അമ്മ ബുക്കെല്ലാം എടുത്ത് വെച്ചോ? എന്റെ പൗച്ച് ഉണ്ടോ? എന്റെ തൊണ്ട് ബാഗ്. എവിടെ ടെക്സ്റ്റ് ഒന്നും? 2 ടെക്സ്റ്റ് ഉള്ളിനകത്ത്. ബാക്കി ഡ്രസ് വാങ്ങാൻ പൈസ വന്നില്ലല്ലോ. ഇന്നാ ലാസ്റ്റ് ഡേറ്റ്. ഓ എല്ലാം സമയമാകുമ്പോ പറഞ്ഞാൽ ഇത്ര പറയരുത്. പൈസ ലാസ്റ്റ് അതാണ്. ഇല്ല ഒന്നുകൂടെ 1 2 3 4 5 6 7 8 9 ആയുള്ളൂ. തക്ലി വെള്ളം വെച്ചിട്ടുണ്ടോ നോക്കി അതിനകത്ത്? നീ പോയി അതെടുക്ക്. ഇവിടെ വന്ന് വെള്ളം എവിടെ? ഭക്ഷണം കഴിച്ചാ? ഭക്ഷണം എടുക്കട്ടെ. വേണ്ട എനിക്ക് വേണ്ടമ്മ. വേണ്ട ഞാൻ രാവിലെ ചായ കുടിച്ചതാ. നീ അവിടെ നിൽക്കുവോ ഒച്ചേ? പക്ഷെ എന്തേലും കഴിച്ചിട്ട് പോ. ഒരു ദോശ ചായയും ബിസ്ക്കറ്റും കഴിച്ച് മതി. എടി എന്തേലും ഒരെണ്ണം കഴിച്ചിട്ട് പോയേ. എനിക്ക് വഴക്ക് കിട്ടും. ഓ കിട്ടണല്ലോ. നിനക്ക് അടി കിട്ടണം. നല്ല പേടിയാവും. ക്ലീറ്റ് അവളെ വിടല്ലേ? പെട്ടെന്ന് ചുമ്മാക്ക്. പെട്ടെന്ന് ഇത് സമയം എന്തായി നോക്കിയേ? സ്കൂൾ ബസ് വരാറായോ? അമ്മ സമയായി. ക്ലീറ്റ ഓ അവളെന്തേ? അവള് വേണ്ട ഇവിടെ ബുക്കൊക്കെ എടുത്ത് കഴിക്കണ്ടേ? ഇടി അവിടെ നിക്ക്. വേണ്ട ഞാൻ പോണേ ചാച്ച. സമയായി. നേരൊന്നും വൈകിട്ടില്ല. ഓടിപ്പോയി അവിടെ ഇവിടെ വേണ്ടാട്ടാ. ശരി അപ്പ. വെള്ളം വെള്ളിട്ട് രാഷ്ട്രീയ നേതാവും പറഞ്ഞിരിക്കുക. ഒരു പണിയില്ല. രാവിലെ ആ കുട്ടിയുടെ കയ്യും പിടിച്ച് അതിനെ സ്കൂളിലെ കൊണ്ടാക്കി വന്നൂടെ? ഉത്തരവാദിത്തമില്ലാന്ന്. ഇവ എന്താ ഇങ്ങനെ? ഇന്നലെ ഞാൻ അവിടെ വണ്ടി കഴുകൊണ്ടിരിക്കായിരുന്നു. ഒരു കാരണമില്ല എന്റെ അടുത്ത് വഴക്കിനൊന്നും. അത് ഈ വീടിന്റെ ഒരു ശാപാടോ. ഈ വീട്ടിലെ ഏത് കാലത്തും അളിയന്മാര് തമ്മിൽ വക്കാടുണ്ടായിക്കൊണ്ടിരിക്കും. അത് അളിയന്മാര് തമ്മിലല്ലേ? ഇതിപ്പോ ഞാൻ അവന്റെ അളിയനൊന്നും അല്ലല്ലോ. അല്ല, പക്ഷെ നീ ഇവിടെ വന്ന് താമസിക്കാരാ കാരണം? അത് കനകായി. കനകന്റെ കൂട്ടുകാരനാണല്ലോ നീ. കനകനോടുള്ള ദേഷ്യമാണ് അവൻ എന്നും എന്നോട് തീർത്തോണ്ടിരിക്കുന്നത്. അതെ, ഇവിടെ ഇപ്പൊ കനകനും ക്ലീറ്റസും അളിയനാണല്ലോ. ആണ്. ഇപ്പൊ ഇതിന് മുമ്പ് ഇവിടെ 2 അളിയന്മാരുണ്ടായിരുന്നു. ആരാന്നാ? ഒന്ന് ഈ അഴകേശൻ, പിന്നൊന്ന് അതെ ആ ഫോട്ടോയിലെ മീശയും പിരിച്ച് തൊപ്പി വെച്ചിരിക്കുന്നുണ്ട് ഒരു കോപ്പൻ അവിൽദാർ വീരഭദ്രൻ. അവനൊരൊറ്റൊരുത്തനാ എന്റെ ഈ ജീവിതം എങ്ങനെയാക്കി. എത്ര കല്യാണാലോചനകൾ വന്നാന്ന് എനിക്കറിയാം. എന്തെങ്കിലും ഇതുവരെ നടന്നോ? നടന്നില്ല. എന്തുകൊണ്ട് നടന്നില്ല? ഇരിക്കണ ഒരൊറ്റൊരുത്തൻ കാരണം. ഞാനേ ഒരു പെൺകുട്ടിയെ പ്രേമിച്ചതാ. നല്ല ഇഷ്ടത്തിലായിരുന്നു. ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടി. അതിന് ഞാനൊരു ജീവിതം കൊടുത്തെങ്കിൽ ഇന്നിപ്പോ എന്റെ ജീവിതം എത്ര ധന്യായിരുന്നു എന്നറിയാം. എന്തു പറ്റി പിന്നെ? അവിൽദാർ കുടുംബത്തിന്റെ മാനം പോകുന്നു. അങ്ങനെ കുടുംബത്തിന്റെ മാനം കാക്കാൻ വേണ്ടി പ്രേമിച്ച പെണ്ണിനെ ഒഴിവാക്കിയിട്ട് നിൽക്കണോന്നാ ഈ അഴകേശൻ. പിന്നെ ഞാൻ പറഞ്ഞു, എന്നാ ചേച്ചി അളിയനും കുടുംബത്തിന് വേണ്ടപ്പെട്ട സമുദായത്തിൽ നിന്ന് ഇഷ്ടപ്പെട്ട പെണ്ണിനെ അന്വേഷിക്കും, ഞാൻ കെട്ടിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ആവണല്ലോ. എത്ര പെണ്ണ് കാണാൻ പോയി എന്നറിയാം ഞാൻ. ഒറ്റ കല്യാണം നടന്നില്ല. അതിപ്പോ അമ്മാവനെ പെണ്ണിനെ പിടിക്കാത്തോണ്ടായിരിക്കും. അങ്ങനെ പറയൂ ഇവര്. അതല്ല, പിന്നെ കണ്ടു കഴിഞ്ഞാൽ കുട്ടി ഞങ്ങൾ ഒറ്റയ്ക്ക് സംസാരിക്കുമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടാതൊക്കെ പറയും. ഞാൻ സ്വപ്നമൊക്കെ കണ്ടിട്ട് ഇവിടെ എത്തും. പിന്നെ വിളിച്ചു പറയണേക്കാ ആ കുട്ടിക്ക് ഇഷ്ടമായില്ല, കല്യാണം മുടങ്ങി. അവസാനം ഞാൻ കണ്ടുപിടിച്ചു. ആലപ്പുഴയിൽ ഞാനൊരു കുട്ടീനെ കണ്ടു. ഇപ്പോഴേക്ക് പേരോർമ്മ സന്ധ്യ. ഒരു കറുത്ത മെലിഞ്ഞിട്ടൊരു കുട്ടിയാട്ടാ. ഓർമ്മ വെച്ചിട്ടാ. എന്തായാലും ആ കല്യാണം നടക്കുന്ന ഉറപ്പിച്ചു. ഞങ്ങൾ ഇങ്ങനെ കണ്ണും തമ്മിൽ ഒരു 5 മിനിറ്റ് ഇങ്ങനെ നോക്കിയിരുന്നു.
ഈ എങ്ങനെ ഈ കല്യാണം നടക്കും ഇഷ്ടപ്പെടുക എങ്ങനെയാന്ന് അറിയാം. ഞാൻ അന്നാണ് അതറിഞ്ഞത്. അപ്പൊ നമുക്ക് മനസ്സിലൊരു ഇഷ്ടം തോന്നി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നോക്കിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ കൂടെ ഒരു അകത്ത് നിന്ന് ഇങ്ങനെ അപ്പൊ ഞാൻ എന്തൊക്കെ സ്വപ്നം കണ്ടു ഞാൻ അത് നടക്കുന്നെ കരുതി. എന്നോട് പറഞ്ഞു വീട് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടൊന്നും വിചാരിക്കണ്ട, ആരും എതിർത്താലും ചേട്ടൻ വിളിച്ചാൽ ഞാൻ വേണേ ഇറങ്ങി വരാന്ന് പറഞ്ഞു. പിന്നെന്ത് പറ്റി? കല്യാണം മുടങ്ങി. പെട്ടെന്ന് അവളുടെ വീട്ടുകാർ പറയണു കല്യാണം നടക്കില്ലാന്ന്. അതെന്ത് പറ്റി? ഈ ഇരിക്കണ എന്റെ അമ്മേ അളിയൻ, വലിയ അളിയൻ എന്റെ കല്യാണം രഹസ്യമായി ചെന്നങ്ങോട്ട് മുടക്കി. അന്ന് ശപിച്ചതാ ഞാൻ ഈ വീട്ടിലെ അളിയന്മാര് തമ്മിലെ വാഴില്ല. ഇത് ഇവിടെ നിൽക്കായിരുന്ന ഞാൻ ഇവിടെയൊക്കെ നോക്കില്ല. വെറുതെ എങ്ങനെ നമ്മുടെ തറവാടിന്റെ മഹത്വമൊക്കെ അവർക്കൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കായിരുന്നു. ഹവിൽദാർ കഥകളാണോ അഴകേശൻ കഥകളാണോ? ഹവിൽദാറിന്റെയും അഴകേശന്റെയും കഥകള്. എന്തേ കഴിഞ്ഞ ഇങ്ങോട്ട് നോക്ക്. എന്റെ അമ്മ വേണ്ടല്ല, ആള് ഭയങ്കരനാണ്, പുലിയാണ്. വെറും പുലിയല്ല, പുപ്പുലി. കേട്ടാ അതുകൊണ്ട് പുലിയെ പിടിക്കാൻ പോയി ആ കഥ അത് പറഞ്ഞ പുലിനെ പിടിക്കാനോ? വേട്ടയ്ക്ക് പോയപ്പോ പുലിയെ കണ്ടത് ആര്? എന്റെ അമ്പിളി നീ ആ കഥ കേൾക്കണം. അമ്മാവനും ഹവിൽദാരും അവനും കൂടെ വേട്ടയ്ക്ക് പോയ ഒരു ദിവസം രണ്ടുപേരും കൂടെ അങ്ങനെ ഏതാണ്ടൊക്കെ കുറെ വെടി വെച്ചിട്ടൊന്നും കിട്ടിയില്ല. ടക്കല് നോക്കിയപ്പോ 2 പുലി ഇവരുടെ മുമ്പിൽ ഒരു ഉണ്ടയുണ്ട് തോക്കിൽ. എന്ത് ചെയ്യും? അമ്മാവൻ ബുദ്ധി പ്രയോഗിച്ച് അമ്മാവൻ അവിടെ ഒരു ബ്ലേഡ് കിടന്ന് എടുത്ത് നേരെ എൻ്റെ തോക്കിന്റെ ഫ്രണ്ട് വെച്ച് ഒരൊറ്റ വെടി ഉണ്ട 2ആയി പോയി, 2 പുലിയും ചത്ത്. തള്ളാണെന്ന് എനിക്ക് മനസ്സിലായി. അല്ല, ഞാൻ തങ്കത്തിന്റെ കല്യാണം കഴിച്ചു കൂടെ വന്നപ്പോ ആദ്യ ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞ കഥയാണിത്. നിന്നെ കുറിച്ച് നന്നായിട്ട് അറിയാം. ഭക്ഷണം കഴിക്കേണ്ട വാമ്മാവാ. ആ തങ്കം ചേച്ചി വിളിച്ചിരുന്നു. അടുത്ത ആഴ്ച എന്റെ അച്ഛന്റെ വെടി തീർന്ന ദിവസം. അമ്മാവ കാര്യമൊക്കെ കാര്യം എന്റെ അച്ഛനെ പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ. അടുത്ത ആഴ്ച അച്ഛന്റെ ആണ്ടാണെന്ന്. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞാ പോരെ? ചേച്ചിയും കനകനൊക്കെ വരുന്നുണ്ടെന്നാ പറഞ്ഞു. ഇത്തിരി ഗംഭീരമായിട്ട് ആഘോഷിക്കണത്രേ. അതെ, പക്ഷെ വേറെ കാര്യമുണ്ട്. അച്ഛന്റെ കുഴിമാടല്ലേ, അവിടേക്ക് ഒന്ന് വെട്ടി വൃത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ കുഴിമാടല്ല, അവിടെ ഒരു വകയും കാണാൻ കംപ്ലീറ്റ് കാട് കയറി കിടക്കുകയാണ്. എടാ അതിനാ സ്ഥലം കണ്ടുപിടിക്കാൻ പണിയൊന്നുമില്ല. അവിടെ പണ്ട് തെങ്ങ് വെച്ചിട്ടുണ്ടാവും. ആ തെങ്ങൊക്കെ എന്നേ മണ്ടരി വന്നു പോയി. ഇപ്പൊ അവിടെ ഒന്നും അറിഞ്ഞൂടാ. എന്റെ അച്ഛനല്ലേ, എനിക്കറിയാം. ചുമ്മാ അവള് കാണിച്ചു തരും സ്ഥലം, പോയി ഒന്ന് വൃത്തിയാക്കാനി. എനിക്ക് പറഞ്ഞ അവിടെ ഒന്നും ഉള്ളതായിട്ട് എനിക്കറിയാം. അമ്മാവൻ എന്തേ പോയി? ഇനി അവിടെ പോയിരുന്നു കഥ പറയാൻ വേണ്ടി. നമുക്ക് നേരാക്കാലോ. എന്നാ നിക്ക്, ഞാൻ ഈ നൈറ്റി മാറിയിട്ടെ ഒരു ഷർട്ട് എടുത്തിട്ടെ, വേറെ നൈറ്റി ഇടണ്ടേ. അതെ, മറ്റേ എന്റെ 500 രൂപ ഷർട്ട് ഇട്ടുണ്ട് 90 രൂപയുടെ പണിക്ക് പോകില്ല. ആ ഷർട്ട് ഇട്ടാലേ അവർക്ക് ഇപ്പൊ ഇത് വരൂ. അതാണല്ലോ അവരുടെ സ്റ്റൈല്. ഇപ്പൊ പെണ്ണിന്റെ കാര്യം, ഒരു ഷർട്ട് മേടിച്ച് വെക്കാൻ വയ്യാത്ത അവസ്ഥയായി പെണ്ണുങ്ങളെ കാരണം. അയ്യോ ക്ലീറ്റോ, ഓ ഇത് നോക്കിക്കേ. എന്തോടി? എന്റെ പൊന്നെ, ഇത് കണ്ടമ്മാവാ. ആ പെണ്ണ് ചോറ് പാത്രം കൊണ്ടുപോയില്ല. അത് നിനക്ക് കുറെ ഒക്കെ ഉത്തരവാദിത്തം വേണം കേട്ടോ. അതങ്കം പുസ്തകത്തിന്റെ പൈസ കൊണ്ടുപോയില്ല. ഇന്ന് ലാസ്റ്റ് ഡേറ്റ്. പുസ്തകത്തിന്റെ പൈസ ഒക്കെ നാളെ ആയാലും കൊടുക്കാം. ഇതിപ്പോ കൊച്ചിന് ഭക്ഷണം ഇല്ലായിരുന്നു, എന്ത് ചെയ്യണേ? അപ്പൊ അത് ബാഗിൽ വെച്ച് കൊടുക്കല്ലേ ചെയ്യാറ്? അവള് എടുത്തു വെക്കാറാ പതിവ്, മറന്നു പോയതായിരിക്കും. നിനക്കൊന്ന് ശ്രദ്ധിക്കാൻ വയ്യല്ലോ. ഒരു കാര്യം ചെയ്യപ്പോ വഴിയിൽ നിപ്പുണ്ടാവും സ്കൂൾ ബസ്സിന് വേണ്ടി. വേറെ കാര്യം, പൈസ ഒക്കെ നാളെ വരുമ്പോ കൂടെ ഞാനേ അല്ലെന്നേ അതാ അവിടെ പോകുമ്പോ അവള് പോയാലേ ഞാൻ ഡ്രസ്സ് മാറിയിട്ട് പോവാം. അമ്മാവാ അവിടെ ചെല്ലുമ്പോ അവിടെ ഇല്ലെങ്കിൽ സ്കൂളിൽ കൊണ്ട് കൊടുക്കണ്ടേ? എനിക്ക് ഈ വർഷത്തിൽ സ്കൂളിൽ ചെന്ന് കയറാൻ പറ്റും. ഡ്രസ്സ് മാറിക്കോട്ടെ. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. ഒരു കാര്യം ശ്രദ്ധിക്കയില്ല. ഒന്നാമത് നിനക്കൊരു ശ്രദ്ധ ഒന്നുമില്ല, ഒരു കുട്ടിയല്ലേ ഉള്ളൂ. ഞാൻ എന്തൊക്കെ ശ്രദ്ധിക്കും അമ്മാവ. ഈ അമ്മാവനെയൊക്കെ വിളിക്കാൻ തുടങ്ങിയിട്ട് നേരം എന്തായി? ഒന്നാമത് ഇവിടെ ഒരു പണിയില്ല, ആ കുട്ടീനെ കയ്യും പിടിച്ചൊന്നും കൊണ്ടാക്കിയാൽ മതി. എരുതിയിലോട്ട് എണ്ണ ഒഴിച്ചോ കൊടുത്തയക്കാതെ പുസ്തകം. ആ മമ്മട്ടി എവിടെ ഇരിക്കണേ? ചായപ്പിലിരിപ്പുണ്ട്. ആണ്ട് വരുമ്പോ മാത്രം അച്ഛനെ ഓർത്താ മതി. അതെന്നും ഇവിടെ തെളിച്ച് വൃത്തിയാക്കി ഒരു അന്ത്യത്തിരി കത്തിച്ചുങ്കി ഈ പൊന്തങ്ങനെ പിടിക്കും. ഇവിടെ ഇവിടെ എന്താ വെട്ടുകത്തി ഉണ്ടാക്കാൻ പോയിരിക്ക? തങ്കം എന്നിട്ട് വേഗം ഇവിടെ കൊതു കടിച്ചിട്ട് നിൽക്കാൻ പറ്റും. അവിടെ ഒരു വടും കൂടി കാണാനില്ല അവിടെ. എന്താ 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 ഇതേ ആണ്ട് തികയുമ്പോ മാത്രം അച്ഛനെ ഓർത്താ പോരാ. ഇത് ആഴ്ചയില വന്ന് വൃത്തിയാക്കി എന്നും ഒരു അന്ത്യത്തിരി കത്തിച്ചാ ഈ സ്ഥലം ഇങ്ങനെ കിടക്കുവോ? ഒരു കല്ലിട്ടുണ്ടായില്ലോ. തെരയി അച്ഛനെ തെരയാ കല്ലിന്റെ വീട്ടിലെ. വെറുതെ അല്ല ഇപ്പുള്ള ചെറുപ്പക്കാരും മരിച്ചു കഴിഞ്ഞാൽ മതി, 6 മണിക്കൂറും കൂടി ഇരുത്തില്ല. ബന്ധുക്കാരെയൊക്കെ വിളിച്ച് ഉടനെ കൊണ്ടുപോകും വല്ല ശ്മശാനത്തില്. 3-ന്റെ അന്നൊരു അസ്ഥി പറക്കലും 16-നൊരു അടിയന്തരും കഴിഞ്ഞു. പിന്നെ എന്താ വേണ്ടത്? അങ്ങനെയൊന്നല്ലടി. പണ്ട് എന്നൊക്കെ പറഞ്ഞാൽ തെക്കേ പുറത്തൊരു സമാധിയൊക്കെ വെച്ച് വൈകുന്നേരം ഒരു അന്ത്യത്തിരിയൊക്കെ കത്തിച്ച് മരിച്ചു പോയാലും ആ അച്ഛനും അമ്മയും എന്നും നമ്മളോടൊപ്പം ഉള്ള പോലെ തോന്നും. അല്ല അപ്പൊ ഞാനൊരു കാര്യം ചെയ്യട്ടെ? അമ്മാവൻ മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്ന വിചാരിച്ചിരിക്കണേ. അതെ, ഞാൻ മരിച്ചു കഴിഞ്ഞാലേ തങ്കം
ആ തെക്കേ പുറത്താ തുളസി തറല്ലേ ഏത് വീടിന്റെ എന്റെ അവിടെ മാമന് മടക്കിയിട്ടേ എന്നൊന്നും വേണമെന്നില്ല ഇടയ്ക്ക് വന്നിട്ട് ഒരു അന്തിത്തിരി ചെയ്യാട്ടാ. കാരണം ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളോട് ചോദിക്കേണ്ട ആവശ്യമില്ല. ഇത് നോക്ക്, അമ്മാവൻ മരിച്ച 1 മണിക്കൂർ പുറത്തു വെക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അപ്പൊ തന്നെ എടുത്ത് പൊതുശ്മശാനത്തിൽ കൊണ്ടുവന്ന് കത്തിച്ച് ഞങ്ങൾ അതുകൊണ്ടാ പറയണ അവര് അതൊക്കെ ചെയ്യും. സാധാരണ കുടുംബത്തിലെ പെൺകുട്ടികൾക്ക് ആ സ്നേഹം ഉണ്ടാവുക എന്നാ പറഞ്ഞു. എനിക്ക് അത്ര സ്നേഹമൊന്നുമില്ല. ഓ കനകന ഉണ്ടായിരുന്നപ്പോ കനകന മതിയായിരുന്നല്ലോ. ഇപ്പൊ മറ്റുള്ളവരുടെ പോലെയല്ല. എനിക്കൊരു ചെക്കുണ്ടായി കല്യാണം കഴിച്ചിട്ട് തന്നെ ഞാൻ അവനെ കൊണ്ട് കെട്ടിച്ചിരുന്നില്ലേ. പറഞ്ഞു മാത്രം. പറഞ്ഞ കേട്ടത് ഞങ്ങളുടെ മുത്തശ്ശന്റെ അസ്ഥിത്തറയിൽ എന്തെങ്കിലും വെച്ചിട്ടുണ്ട് ഒരു തിരി. എങ്ങനെ വെക്കാ? മകനെ കുറിച്ച് ഓർക്കണം. തന്തയും തള്ളയിട്ട് ജനിപ്പിച്ചു വിട്ടാൽ മാത്രം പോരാ, മക്കളുടെ ഭാവിയെ കുറിച്ച് നോക്കണം. എന്തൊരു ന്യായീകരണങ്ങളാ പറയണത്. കൊത്തങ്ങോട് ഇവിടെ കൊതു കടിച്ചിട്ടിരിക്കാൻ പറ്റും. ഇവിടെ എവിടെ ശരിക്കും സ്ഥലം അത് പറ. ഇവിടെ ഒരു കല്ലുണ്ടായത് എനിക്ക് തോന്നുന്നേ മണ്ണ് വന്ന് മൂടിയതാന്ന് തോന്നുന്നു. ഇവിടെ തന്നെയാ. ഇവിടെയാണോ? അവിടെ നോക്ക്. അതെ ഇവിടെ ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ടാ. എന്റെ അച്ഛനും ഇവിടെ കിടക്കുന്ന ഇഷ്ടമല്ലാട്ടോ. ഓക്കെ ആ തെങ്ങിന്റെ മണ്ടൊക്കെ കരിഞ്ഞുണങ്ങി. എന്റെ അച്ഛനെ പറയുമ്പോ മുഖം തങ്ങനെ വളിച്ചു പോണത്. നല്ല മനസ്സോടുകൂടി എന്റെ അച്ഛന്റെ അസ്ഥിത്തറ ശരിയാക്കിയാ മതി. ഈ അസ്ഥിത്തറയിൽ ഓരോ കൊത്തു കൊത്തുമ്പോൾ എന്റെ ജീവിതം എങ്ങനെ ആക്കിയത് ഈ മനുഷ്യനല്ലേ എന്ന് ഓർത്തിട്ടാ ഞാൻ കൊത്തുന്നത്. മാർക്കേ വേണ്ട. എന്ത് തെറ്റ് ചെയ്ത്? നീ എന്തിനാ എന്റെ അച്ഛൻ എന്ന് പറയുമ്പോ ഇങ്ങനെ ഒലിപ്പിക്കണേ? അന്നെ നോക്കിയത് എന്റെ അച്ഛനൊന്നല്ലോ. എന്നെ നോക്കിയത് എന്റെ അച്ഛനല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തിനെ നോക്കാൻ വേണ്ടി പോയത് എന്റെ അച്ഛൻ. ഇന്ത്യ മഹാരാജ്യത്തിന് പെണ്ണാണ്ട് കെട്ടി ചേച്ചീനാണ്ട് കെട്ടിക്കൊണ്ടായിട്ട് അതിർത്തിയിലേക്കാണ്ട് പോയിട്ട് എന്നെങ്കിലും ഒന്നും ഇങ്ങോട്ട് വരും സുഖം അന്വേഷിക്കാൻ. അങ്ങനെയല്ല മക്കളെ നോക്കണ്ട്. അവരങ്ങനെ ചെറുപ്പം മുതൽ നോക്കി വളർത്തി വലുതാക്കണം. അമ്മാവന്റെ പെങ്ങള്, അതായത് ഞങ്ങളുടെ അമ്മേനെ ഈ ഉള്ളംകൈയിൽ വെച്ച അച്ഛൻ നോക്കിയത്. അച്ഛൻ നോക്കിയതാ? പിന്നെ അതിർത്തിയിലെ കാശ്മീരിലെങ്ങനെ പട്ടാളക്കാരനായിട്ട് ഇരിക്കുമ്പോ എന്റെ അമ്മേനെ അങ്ങനെ ഉള്ള കയ്യിൽ വെച്ച് കൊണ്ടു നടക്കല്ലേ. ഇന്ത്യനെ രക്ഷിച്ചോനൊക്കെ സമ്മതിച്ചു. ആ ഇന്ത്യയിൽ ഒരു പൗരനാണോ ഞാൻ? ഈ പൗരനൊരു ജീവിതം വേണമെന്ന് എന്റെ അച്ഛൻ തീരുമാനിച്ചോ? ഇല്ലല്ലോ. ഒരച്ഛൻ എന്താടി കൊതുക്. ഞാൻ അങ്ങനെ ചെയ്യോ? എന്റെ നീ അതും ചെയ്യാ, അപ്പുറം ചെയ്യും. ചൊറിഞ്ഞിട്ട് വയ്യ. കൊതുകല്ലേ ഒന്നാമത് ഇടയ്ക്കൊക്കെ ചെന്നിട്ട് അവിടുത്തെ പൊന്തൊക്കെ ഒന്ന് വെട്ടണേ. കാട് പിടിച്ചാ കിടക്കണ അവിടെ. പിന്നെ ഇപ്പൊ വെട്ടാത്തോണ്ട് അത് കാട് പിടിക്കുന്നത്. ചേച്ചി തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ പിന്നെ ആർക്കും വേണ്ട. ഒന്നും വെള്ളം കുടിക്കും. ഈ ക്ലീറ്റോൻ എന്താന്ന് വിളിച്ചിട്ട് എടുക്കാത്തത്? അവനേതാ മോൻ? അവൻ നേരെ സ്കൂളിൽ പോയിട്ട് അത് കൊടുത്തിട്ട് നേരെ പാർട്ടി ഓഫീസിൽ വന്ന് കിടന്നുറങ്ങിണ്ടാവും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ കുഴിമാട് പറ്റി വൃത്തിയാക്കാൻ വരണ്ടേ? അങ്ങനെ ഒരു കുഴിമടിയൻ. വരെ എന്നാ മിസ് കോൾ കണ്ടിട്ട് തിരിച്ചു വിളിക്കാൻ. വന്നല്ലോ. വെള്ളം എന്താ ഉറച്ചു? അയ്യോ അങ്ങ് വയ്യല്ലോ. ഈ ബാഗേ ഇങ്ങനെ കൊണ്ടുവന്ന് എറിഞ്ഞിടരുതെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അമ്മ തലവേദന എടുക്കണമ്മ. പനിയുണ്ടോ? എന്നാ ചോറ് കുറച്ചല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. അതെന്താ അപ്പൊ തന്നാഴ്ച മുഴുവൻ കഴിക്കാഞ്ഞ്? അത് ഞാൻ ഇവിടെ മറന്നു വെച്ചില്ലേ. ഞാൻ ടീച്ചറിന്റെ കയ്യിന്നല്ലേ കഴിച്ച. മറന്നു വെക്കേ? എന്നാ ഡാഡിയുടെ കൊടുത്തു വിട്ടല്ലോ അമ്മ. ഇപ്പൊ കിട്ടിയില്ലേ? ഇല്ല. നീ പോയതിന്റെ പിന്നാലെ തന്നെ ഡാഡിയുടെ അടുത്ത് ആ പുസ്തകത്തിന്റെ 1000 ഉറുപ്പിയും പിന്നെ ഈ ചോറും കൊടുത്താച്ചല്ലോ. ഇല്ല കിട്ടിയില്ല. കിട്ടാഞ്ഞ്? കിട്ടിയില്ല. ഞാൻ ടീച്ചറിന്റെ തന്നെ കഴിച്ച ചോറ്. അപ്പൊ അവൻ കൊണ്ടുവന്നില്ല? ഇല്ല. ഓ എന്റെ കെട്ടിയോനെ സമ്മതിക്കണേ. കുട്ടി ഉച്ചക്ക് പട്ടിണി കിടക്കുന്ന കൂടി നോക്കണ്ട. ചോറും കൊണ്ട് പോയിട്ട് 1000 ഉറുപ്പിക പറ്റിച്ചവൻ. എന്താ ചെയ്യണ്ടെന്ന് ഞാൻ ശരിക്കും കൊടുക്കാൻ. ഞാൻ ഓരോരോ തട്ടിപ്പ് പറഞ്ഞ് കാശ് വിടുന്നു. പക്ഷെ സ്വന്തം കുട്ടിയുടെ കാര്യം കൂടി ആലോചിക്കാണ്ട് ഇങ്ങനെ ഓരോ തട്ടിപ്പ് കാണിക്കാന്ന് പറഞ്ഞ കഥണ്ടോ? വിശക്കണുണ്ട് അമ്മയുടെ കുഞ്ഞിന്. അമ്മ ചോട്ടാ ദൈവമേ. ഞാൻ എന്ത് ചെയ്യണേ? ഞാൻ സ്നേഹിച്ചു നോക്കി, ക്ഷമിച്ചു നോക്കി, നന്നാവൂല എന്ന് വാശി പിടിച്ചാൽ ഞാൻ എന്ത് ചെയ്യും അമ്മ? എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? വരുത്തി വെച്ചല്ലേ അനുഭവിച്ചോ? ഈ കൊച്ചിനോർത്ത് ഞാൻ കടുങ്ങയൊന്നും ചെയ്യാത്തില്ലെങ്കിൽ ഞാനിട്ടില്ല. പണ്ടേ എല്ലാത്തിനും ഞാൻ നിക്കട്ടെ. അവങ്ങോട്ട് വരട്ടെ. അവൻ ഞാൻ വേണ്ട വെച്ചിട്ടിരിക്കാണ്. ഇങ്ങോട്ട് വരട്ടെ. ഇരിക്കട്ടെ മോനെ. അമ്മ ചോറെടുക്കട്ടെ. കഷ്ടമാണ്. എന്റെ ഒരു വിധി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പ്രവർത്തന മേഖലയിലൊക്കെ നിൽക്കുമ്പോൾ ഇതൊക്കെ നമ്മളെ കടമയാണല്ലോ. ഇല്ല എല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇല്ല വേറൊന്നുമില്ല, കുഴപ്പമില്ല. ഞാൻ നാളെ വരാം സാർ. സംഘം പൊതുപ്രവർത്തകൻ. നാളെ ഇറങ്ങാം. ഓ നീ എവിടേക്കാ? നീ ഇങ്ങോട്ട് കയറണ്ട. നീ പൊതുപ്രവർത്തനം ചെയ്താൽ മതി. ഈ വീട്ടിലുള്ള എന്റെ പ്രവർത്തനം ഇനി വേണ്ട. നാളെ ഇറങ്ങാം. ഓ നീ എവിടേക്കാ? നീ ഇങ്ങോട്ട് കയറണ്ട. നീ പൊതുപ്രവർത്തനം ചെയ്താൽ മതി. ഈ വീട്ടിലുള്ള എന്റെ പ്രവർത്തനം ഇനി വേണ്ട. ഇതിപ്പോ കുറച്ച് നാളായിട്ട്
ഭാര്യയുടെ ആട്ടിൽ നിൽപ്പൊക്കെ ഉള്ളുവായിരുന്നു. ഇനിയിപ്പോൾ അമ്മാവനും കൂടെ ചേർന്ന് എന്താണ് ആക്രമിക്കാനുള്ള പരിപാടി? എങ്ങനെയാണ് ആക്രമിക്കാണ്ടിരിക്കുക? നീ എന്ത് തമ്മാടത്തിനാ കാണിച്ചത്? നീ ഇവിടുന്ന് എന്തിനു പോയതാ? എന്തോ സംഘം നീ എന്തിനാ ഇവിടുന്ന് പോയതെന്ന്? ആ കുട്ടി ഉച്ചയ്ക്ക് ചോറുണ്ടാണത് മറന്നു വെച്ചപ്പോ അത് കൊടുത്താച്ചല്ലേ എന്റെ അടുത്ത്? ഇന്ന് പുസ്തകത്തിന് ലാസ്റ്റ് കാശ് കൊടുക്കേണ്ട ദിവസമല്ലേ? ഈ കാശും കൊണ്ട് നീ എങ്ങനെ പോയിന്നാ വെച്ച്? അതെ, അതിന് ഇത്ര ബഹളം വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ കൊച്ച് ഒരു നേരം ഭക്ഷണം കഴിച്ചില്ല എന്ന് പറഞ്ഞു ഒന്നും സംഭവിക്കൂല. ക്ലീറ്റോന് പറ്റൂലെന്നുണ്ടെങ്കിൽ ക്ലീറ്റോ പോകണ്ടായിരുന്നല്ലോ. എനിക്ക് പറ്റില്ല കൊച്ചിന് ചോറ് കൊണ്ട് കൊടുക്കാൻ. ഞാൻ കൊണ്ട് കൊടുത്തേനല്ലോ. എന്റെ തങ്കം, ഞാൻ വേറൊരു വലിയൊരു അത്യാവശ്യത്തിന് പോകും. എന്ത് അത്യാവശ്യം നിങ്ങൾക്ക് ഉള്ളത്? നിങ്ങൾക്ക് അല്ലെങ്കിൽ അച്ഛന്മാർക്ക് ഇതൊന്നും പ്രശ്നമല്ല. ഒരു നേരം കഴിച്ചില്ലെങ്കിൽ കഴിച്ചില്ല എന്നുള്ളൂ. തള്ളമാർക്ക് അങ്ങനെ വിചാരിക്കാൻ പറ്റില്ല. ക്ലീറ്റോ അവള് വിശന്നല്ലോ എവിടെ ഇരുന്ന്. നീ ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചോ? സ്കൂളിൽ നിന്ന് കുറച്ച് കഴിച്ചല്ലോ. ഒന്നും കഴിക്കാതെ ഇരുന്നില്ലല്ലോ. ഈ നാട്ടിലെ ഒരുപാട് പിള്ളേരുണ്ട് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാതെ. എങ്ങനെ അച്ഛനും അമ്മ ഇല്ലാത്തവരാണെങ്കിൽ ദാരിദ്ര്യമുള്ളവരായിരിക്കും. എന്റെ കുട്ടിക്ക് അവിടുന്ന് കഴിക്കാനാ വീതിക്ക് പിന്നെ നീ എന്തിനാ ഇവിടെ? നീ ഇനി വീട്ടിലെ കാര്യം നോക്കണ്ട. പൊതുപ്രവർത്തനം നാട്ടുകാരും പാർട്ടിയായിട്ട് ഞാൻ വേറെ വലിയ നിങ്ങളൊന്നും പറയണ്ട. ആ പൈസ എന്തേ? ഫീസ് കൊടുക്കേണ്ട ദിവസമായിരുന്നു ഇന്ന് പുസ്തകത്തിന്. പൈസ അത് വേറെ ആവശ്യത്തിന് നിനക്കതാണ്. നിനക്ക് നാട്ടുകാരുടെയും പാർട്ടിയുടെ ആവശ്യമാണ്. ആ 1000 ഉറുപ്പിയും കൊണ്ട് തൊലച്ചു ആ കുട്ടീനെ പട്ടിയെടുത്ത് തല തിരിഞ്ഞിട്ടാണ് ഇവിടെ വന്നത് ക്ഷീണിച്ചിട്ട്. നിങ്ങളൊക്കെ പറച്ചിലോട്ടോ കൊച്ചു കാലാകാലങ്ങളായിട്ട് ഭക്ഷണം കഴിക്കാതെ നടക്കണ കൊച്ചാണെന്ന്. എന്താ പിന്നെ പണി? എനിക്ക് അതാ മനസ്സിലാവാത്തത്. അനക്ക് നാട്ടുകാരുടെയും കാര്യം നോക്കാനേ സമയമുള്ളൂ. ഭാര്യയുടെയും കുട്ടിയുടെയും കാര്യം നോക്കാൻ സമയമില്ല. ഇവൾക്ക് വേണ്ടതേ ഒരു ഭർത്താവിനെ, ആ കുട്ടിക്ക് വേണ്ട ഒരു അച്ഛനും. അതാവാൻ അനക്ക് പറ്റില്ല. അതിന് മനുഷ്യത്വം വേണം, സ്നേഹം വേണം. സ്വന്തം കുട്ടിയുടെ ആവശ്യത്തിനുള്ള പുസ്തകത്തിന്റെ കാശ് കൊണ്ട് പോയിട്ട് വന്ന് ഞെളിഞ്ഞ് അവൻ ന്യായം പറയാൻ നിൽക്കണു. കേരള ഇനി അവന്റെ ഒരു സവാസം വേണ്ട അവിടെ. അതാരാ? കൈയോടറിയാ സമ്മതിച്ചല്ലേ? നിനക്ക് ഇത്രയും നല്ലൊരു മനസ്സുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. സത്യം അളിയാ. അതുകൊണ്ടാണ് നീ ഇത്രയും ദ്രോഹങ്ങൾ ചെയ്തിട്ട് നന്നായിരിക്കുന്നത്. സത്യം അറിയാം. അമ്മാവാ, ഇന്ന് രാവിലെ ഒരു ആക്സിഡന്റ് ആയി അവിടെ. ആരും അറിഞ്ഞില്ല. താണ്ട് ഈ നിൽക്കുന്ന പാവം പയ്യൻ്റെ അമ്മ ഒരു പഞ്ചപാവ. ഇവന്നല്ല വാർക്കപ്പണിക്ക് പോയി ജീവിക്കുന്നവനാ. എങ്ങാണ്ട് യാവനും ഒരു വണ്ടി തട്ടി ഇട്ടിട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒറ്റ എണ്ണം. എല്ലാവരും വരുന്നു, എല്ലാം ഫോട്ടോ എടുക്കും, പോവും. ആ സമയത്താണ് ഇവൻ തക്കിൽമോക്ക് ചോറും കൊണ്ട് അതുവഴി പോയത്. ഇവൻ കണ്ടത് ഉടനെ ഒരു ആട്ടോ പിടിച്ച് അവരെയും കയറ്റി നേരെ മെഡിക്കൽ കോളേജിൽ വിട്ടു. അവിടെ ഡോക്ടർ എന്താണ് പറയാന്നറിയാമോ? ഒരു 10 മിനിറ്റ് താമസിച്ചിരുന്നെങ്കിൽ അവർ മരിക്കുകയാണ്. അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട്? സത്യം ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നിനക്ക് അഭിമാനിക്കണം. സത്യം തങ്ങാം, എനിക്ക് വാക്കുകൾ കിട്ടില്ല. ചില കാര്യങ്ങൾ നമുക്ക് അത്ര സന്തോഷമായിട്ട് അറിയാം. അല്ല, അതൊക്കെ അങ്ങ് ചെയ്തു. നമ്മൾ മനുഷ്യന്മാരല്ലേ, ഇതൊക്കെ ആർക്കും സംഭവിക്കണ കാര്യമല്ലേ. അത്രേ ഉള്ളൂ. പക്ഷെ എത്രയോ പേരുണ്ടായിരുന്നല്ലോ, ഒരാളും തിരിഞ്ഞു നോക്കിയില്ല. അതാണ് എനിക്ക് ആ ഒരു സന്തോഷം എനിക്കുണ്ടോ. ശരിയെന്നാ, ഞാൻ നാളായിട്ട് വരാം അമ്മയെ കാണാം. പിന്നെ എവിടെ പൈസ? നീ കൊടുത്ത പൈസ 1000 രൂപ എനിക്ക് ചിലവാക്കി. അതൊരു കാര്യം ചെയ്യ്, ഇത് അമ്മയ്ക്ക് മരുന്ന് വാങ്ങാനായിട്ട് ഇത് വെച്ചോ. ഇല്ല ഇരിക്കട്ടെ, അന്ന് വിഷമിക്കണ്ട. ഇതൊക്കെ മനുഷ്യൻ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഇതൊക്കെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റും. അത് വെച്ചോ. വേണ്ടത് കണ്ടാ എന്റെ മനസ്സ് കണ്ട. ഇവന്റെ ഈ നല്ല മനസ്സുകൊണ്ടാണ് ഇവരുടെ കല്യാണത്തിന് ഞാൻ കൂട്ടുന്നത്. ഇവ ഈ കുടുംബത്ത് കയറി വന്ന അന്ന് മുതൽ ഈ കുടുംബത്തിന് ഐശ്വര്യ. വാ ശരി മോനെ. മുതലെവിടെ? Alien versus Alien.